കൊച്ചി കപ്പൽശാലയിൽ വൻ സുരക്ഷാ വീഴ്ച. ഐ ലവ് യു പാകിസ്ഥാൻ എന്ന് കപ്പലിനുള്ളിൽ എഴുതിയിരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇക്കഴിഞ്ഞ 12-ാം തീയതിയാണ് കപ്പലിന്റെ ചുമരിൽ പാകിസ്ഥാനോടുള്ള അകമഴിഞ്ഞ പ്രണയം പ്രകടമായിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കപ്പൽശാല സുരക്ഷാ വിഭാഗമാണ് ആദ്യം ഇക്കാര്യം പോലീസിനെ അറിയിച്ചത്. ഈ സമയം 100ഓളം കപ്പൽ തൊഴിലാളികൾ ഈ കപ്പലിനുള്ളിൽ ഉണ്ടായിരുന്നു. മൂർച്ചയേറിയ ആയുധം കൊണ്ടായിരുന്നു എഴുത്ത് എന്നതാണ് പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരങ്ങൾ അതിൽ നിന്നും വ്യക്തമാകുന്നത്. കഴിഞ്ഞ 6 വർഷത്തിനകം തന്നെ കൊച്ചി കപ്പൽശാലയിൽ രാജ്യസുരക്ഷ അനുബന്ധമായി 3-ാം തവണയാണ് സുരക്ഷാ വീഴ്ചയും പ്രതിസന്ധിയും ഉണ്ടാകുന്നത്. കപ്പൽശാല സുരക്ഷാ വിഭാഗമാണ് കൊച്ചി സിറ്റി പോലീസ് സൗത്ത് സ്റ്റേഷനിൽ ആദ്യമായി തന്നെ ഈ വിവരം അറിയിക്കുന്നത്. കരാർ തൊഴിലാളികളാണ് ഈ എഴുത്ത് കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് ഇക്കാര്യങ്ങൾ അധികൃതരിലേക്ക് എത്തുകയായിരുന്നു. കപ്പൽ അറ്റകുറ്റപ്പണിക്കായി തന്നെ സ്ഥിരം താൽക്കാലിക തൊഴിലാളികളും 3-ാം കക്ഷി കരാർ അടിസ്ഥാന തൊഴിലാളികളുമാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. ഇവരെല്ലാം ചേർത്താണ് ആ 100 തൊഴിലാളികൾ എന്ന ഒരു കണക്കിലേക്ക് എത്തിപ്പെടുന്നതും. അതേപോലെ തന്നെ പോലീസ് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. അറ്റകുറ്റപ്പണിയാകട്ടെ കേന്ദ്രത്തിൽ, അതായത് ഈ അറ്റകുറ്റപ്പണി നടക്കുന്ന കേന്ദ്രത്തിൽ CCTV ഇല്ലാത്തത് വീഴ്ചയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനൊരു വീഴ്ച വരുത്തിയതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നാവികസേനയുടെ വിമാനവാഹിനി കപ്പൽ അടക്കമുള്ള ഒട്ടേറെ കപ്പലുകളും വിദേശ കപ്പലുകളും എത്തുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ സുരക്ഷാ വീഴ്ച തുടർക്കഥയാകുന്നത് കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ ഏറെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വാർത്ത കണക്കാക്കുന്നത്. സംഭവം കൂടുതൽ ഗൗരവമാകുന്നത് അറ്റകുറ്റപ്പണി നടക്കുന്ന മേഖലകളിൽ ആവശ്യമായ CCTV നിരീക്ഷണ സംവിധാനങ്ങൾ ഇല്ല എന്നത് തന്നെയാണ്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കപ്പലുകളും വിദേശ കപ്പലുകളും എത്തുന്ന സുപ്രധാന കേന്ദ്രങ്ങളിൽ ഇത്തരമൊരു വീഴ്ച ഉണ്ടായത് സുരക്ഷാ ഏജൻസികളുടെ ആശങ്ക കൂടുതൽ ഇപ്പോൾ വർദ്ധിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലായി തന്നെ കൊച്ചി കപ്പൽശാലയിൽ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നിട്ടുള്ള സാഹചര്യത്തിൽ പുതിയ സംഭവം സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത വീണ്ടും മുന്നോട്ട് കൊണ്ടുവരികയാണ് എന്നതാണ്. അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമേ സംഭവത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലവും അല്ലെങ്കിൽ ആ ഉത്തരവാദികളും അവരാരാണ് എന്നതിൽ വ്യക്തത വരികയുള്ളൂ. അതേസമയം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിരീക്ഷണ സംവിധാനങ്ങളും പ്രവേശന നിയന്ത്രണങ്ങളും കൂടുതൽ കർശനമാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അതേസമയം 2019 വിമാനവാഹിനി വിക്രാന്തിലെ ഹാൻഡ് ഡിക് മോഷണം പോയ സംഭവത്തിൽ 2022 അവിടെ നിന്നും പ്രതികളെ കേന്ദ്ര ഏജൻസികൾ പിടികൂടുകയും ചെയ്തിരുന്നു. കപ്പൽശാല ഉടുപ്പി മാൽപേ ഡിവിഷനിൽ നിന്ന് പിടികൂടിയ പ്രതി കൊച്ചി കപ്പൽശാലയിൽ പ്രവർത്തിക്കുന്നവരെയാണ് നാവിക കപ്പലുകളുടെ രഹസ്യ വിവരങ്ങൾ അടക്കമുള്ളവ ചോർത്തി നൽകിയതെന്നും ഇവർ ഹണി ട്രാപ്പിലൂടെ തന്നെ പാകിസ്ഥാൻ ഇക്കാര്യങ്ങൾ കൈമാറിയതായി തന്നെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കപ്പലിൽ പാക് പ്രേമം എഴുതിയ ആ ഒരു പ്രതിക്കായുള്ള ഇപ്പോൾ അന്വേഷണം കൊച്ചി പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. പരാതി കിട്ടിയ പോലീസ് FIR ഇടാതെയാണ് അന്വേഷണം നടത്തുന്നത്. കപ്പൽശാലയിലെ ആ ഒരു ഇതര വിഭാഗത്തിലുള്ള CCTV ദൃശ്യങ്ങളും പരിശോധനയ്ക്കായി തന്നെ ഇപ്പോൾ വിധേയമാക്കിയിട്ടുണ്ട്. 3-ാം കക്ഷി കരാർ തൊഴിലാളികളിൽ ഏറെയും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്നും രേഖകളുടെ പരിശോധനാ സാധുത, പൗരത്വം എന്നിവയടക്കമുള്ള വിവരശേഖരണം അന്വേഷണ ഏജൻസികളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നതാണ് വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ പ്രാഥമിക വിവരശേഖരണം നടത്തിയിട്ടുണ്ട് എന്നും ഇതിലൂടെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.